തൃശൂരിലെ എയ്ഡഡ് സ്കൂളുകൾ നിയമന തട്ടിപ്പുകാരനായ മാനേജർ തൃശൂരിലെ VC പ്രവീൺ ജയിലിലായതോടെ കൂടുതൽ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യും. കയ്പമംഗലം, വലപ്പാട്, ചെറുതുരുത്തി സ്റ്റേഷനുകളിലായി ആകെ 30-ലേറെ പരാതികളുണ്ടെങ്കിലും 12 FIR മാത്രമാണ് നിലവിലുള്ളത്. കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളുടെ മാനേജറായ VC പ്രവീണിനെതിരെ വിദ്യാഭ്യാസ വകുപ്പും നടപടി കടുപ്പിക്കും. TV പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ ജില്ലയിലെ കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളുടെ മാനേജറാണ് VC പ്രവീൺ. 2009 സർക്കാർ ഉദ്യോഗസ്ഥനായ VC പ്രവീൺ വിദേശത്തേക്ക് പോകാനെന്ന പേരിൽ അവധിയെടുക്കുന്നത്. അങ്ങനെ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി സർക്കാർ ഉദ്യോഗസ്ഥനായ VC പ്രവീണിന് സ്കൂളുകൾ വാങ്ങാനുള്ള സൗകര്യം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഒരുക്കി കൊടുക്കുന്നു. പിന്നീട് നടന്നത് കച്ചവടത്തിൻ്റെ പെരുമഴയായിരുന്നു. മാനേജർ കെട്ടിട നിർമ്മാണത്തിന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്. 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെയായപ്പോൾ വിവരാവശ്യപ്രകാരമായിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തു. അപ്പോഴാണ് അറിഞ്ഞത് ഒരു വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2012 തൊട്ട് 2020 വരെ കൂരിക്കുഴി സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് 8 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവിടെ കയറിയിട്ടുള്ളത്. ഇപ്പോഴും അപ്പോയിൻമെൻറ്റ് പാസ്സാവാതായപ്പോൾ ഞാൻ നിർത്തി പോരുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ കൊടുത്ത പൈസ തിരിച്ച് വാങ്ങിച്ച് എനിക്ക് ഇത്രയും ഞാൻ ജോലി എടുത്തതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൂടി കിട്ടിയിട്ട് വേണം ഞാൻ എന്തെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്ത ഇനത്തിൽ എനിക്ക് സാലറി ആയിട്ട് ഒന്നും തന്നില്ല. നിരന്തരം 12-ലധികം വാർത്തകൾ ഞങ്ങൾ ഈ വിഷയത്തിൽ കൊടുത്തു. അതിനിടയിൽ വിദ്യാഭ്യാസ മന്ത്രിയും വിഷയത്തിൽ ഇടപെട്ടു. വിശദമായി ഇതിനെക്കുറിച്ച് പഠിച്ച വിദ്യാഭ്യാസ മന്ത്രിയും VC പ്രവീൺ തട്ടിപ്പുകാരനാണെന്ന് സമ്മതിച്ചു. മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുമെന്നും റിപ്പോർട്ടറിനോട് മന്ത്രിയെന്ന് തുറന്നു പറഞ്ഞു. ഇത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെ ഗവൺമെൻറ് കാണുകയാണ്. ഒരു വൻ ചതിവാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കർശന നടപടികളും സ്വീകരിക്കുന്നതാണ്. വാർത്ത പുറത്തു വന്നതോടെ പരാതികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. വലപ്പാട്, കയ്പമംഗലം, ചെറുതുരുത്തി സ്റ്റേഷനുകളിലായി 30ഓളം പരാതികളാണുള്ളത്. അതിൽ വാർത്ത തുടരെ വന്നതോടുകൂടി 12 FIRകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ ഒരു FIRലാണ് ആദ്യമായി കയ്പമംഗലം പോലീസ് VC പ്രവീണിനെ വീട്ടിൽ ചെന്ന് പിടികൂടുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഒടുവിൽ VC പ്രവീൺ ജയിലിലേക്ക് പോകുന്നു. VC പ്രവീണിൻ്റെ കാര്യത്തിൽ ശക്തമായ നടപടിക്ക് പോലീസും വിദ്യാഭ്യാസ വകുപ്പും ഒരുങ്ങുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.